എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും വെൽക്കം ടു കപ്പ് സ്റ്റോറീസ്. നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സ്റ്റെഫി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐസ് ബോക്സ് കേക്ക് എന്ന് പറഞ്ഞ ഒരു റെസിപ്പിയാണ്. ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഈ നൊയമ്പ് റംസാൻ കാലത്ത് നിങ്ങൾക്ക് നൊയമ്പ് തുറന്നതിന് ശേഷം ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ ഈസി, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡും അതിൻ്റെ മുമ്പത്തെ എപ്പിസോഡിലും ഉള്ള പാൻ കേക്കും മിറർ ഗ്ലേസ്ഡ് മാംഗോ മൂസ് കേക്കും ഉണ്ടാക്കി നോക്കാത്തവരെ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്നും പറയുന്ന പോലെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. എന്നിട്ട് അതിന്റെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതിലും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഐസ് ബോക്സ് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 30 ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഈ ബിസ്ക്കറ്റ് നിങ്ങൾക്ക് മാരിയുടെ ബിസ്ക്കറ്റാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് പ്ലെയിൻ ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് ഏത് വേണേലും എടുക്കാം. പക്ഷേ ഇതിൻ്റെ നമ്പർ നിങ്ങൾ എടുക്കുന്ന, അതായത് ഇതിൻ്റെ ഈ കേക്ക് സെറ്റ് ചെയ്യാൻ എടുക്കുന്ന കണ്ടെയ്നർ അനുസരിച്ച് നമ്പർ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരും. അപ്പോൾ വലുതാണെങ്കിൽ കൂടുതൽ ബിസ്ക്കറ്റ് വേണ്ടി വരും, ചെറുതാണെങ്കിൽ കുറച്ച് ബിസ്ക്കറ്റ് മതിയാവും. പിന്നെ വേണ്ടത് നമുക്ക് 1/2 കപ്പ് ബട്ടറാണ്. ഇത് റൂം ടെമ്പറേച്ചറിലാക്കിയ ബട്ടറാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഫ്രഷ് ക്രീം. ഇത് 500 ml ഫ്രഷ് ക്രീമാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കോക്കോ പൗഡർ, പിന്നെ വാനില എസൻസ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1.5 കപ്പ് പഞ്ചസാര. ഞാനിവിടെ കാസ്റ്റർ ഷുഗറാണ് എടുത്തേക്കുന്നത്. ഇത് ചെറിയ തരിയോട് കൂടി ഇവിടെ റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന പഞ്ചസാരയാണ്. പക്ഷെ നിങ്ങൾ വീട്ടിൽ എടുക്കുമ്പോൾ നോർമൽ പഞ്ചസാര ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിന് ശേഷം 1.5 കപ്പ് അളവിൽ എടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഇൻസ്റ്റൻറ്റ് കോഫിയാണ്. ഇൻസ്റ്റൻറ്റ് കോഫി മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് തിളപ്പിച്ച വെള്ളം എടുക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആഡ് ചെയ്യുക. ഞാനിവിടെ നെസ്കഫേയുടെ കോഫി പൗഡറാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് മാറ്റി വയ്ക്കുക. പിന്നെ ഞാനിവിടെ ഒരു കണ്ടെയ്നർ, അതായത് നമ്മുടെ കേക്ക് സെറ്റ് ചെയ്യാനുള്ള കണ്ടെയ്നർ എടുത്തിട്ട് അതിനകത്ത് ക്ലിങ് റാപ്പ് വെച്ച് നന്നായിട്ട് ലൈൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളുടെ കേക്ക് പെട്ടെന്ന് പുറത്തേക്ക് എടുക്കാൻ എളുപ്പത്തിനാണ്, അല്ലാതെ ഇത് എടുക്കാൻ പാടായിരിക്കും. നിങ്ങളുടെ കയ്യിൽ ഇത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ വെച്ച് ചെയ്യാം. അതും ഇല്ലെങ്കിൽ നന്നായിട്ട് ബട്ടർ തടവി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കേക്ക് പുറത്തേക്ക് എടുക്കാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ടായിരിക്കും. കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ബട്ടറും ഷുഗറും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നമ്മൾ 1.5 കപ്പ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ആഡ് ചെയ്യുക. അതിനകത്തേക്ക് നമ്മളുടെ 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ബീറ്റർ വെച്ച് അത് നന്നായിട്ടൊന്ന് യോജിക്കാൻ പാകത്തിനൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ ബട്ടറും പഞ്ചസാരയും കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നിങ്ങൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുന്ന പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ ഇത് കുറച്ചുകൂടെ ലൂസായിട്ട് വരും കേട്ടോ. ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ വരും. ഇപ്പോൾ ഞാൻ ഈ കാസ്റ്റർ ഷുഗർ എന്ന് പറയുന്നത് കുറച്ച് തരിയുള്ളതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ആ ബട്ടറും പഞ്ചസാരയും കൂടെ നന്നായിട്ട് കമ്പൈൻ ആയാൽ മതി. അതാണ് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം. ഫ്രഷ് ക്രീം ഫുള്ളായിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ 500 ml ഫ്രഷ് ക്രീം ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ഒന്നുകൂടെ നന്നായിട്ട് ബീറ്റർ വെച്ച് അത് നല്ല കട്ടിയാവുന്ന വരെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ വരണം, എന്നാലാണ് അത് നമുക്കത് ഒരു സെറ്റ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് വരത്തുള്ളൂ. ക്രീമും ബട്ടർ മിക്സും എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് കമ്പൈൻ ആയ ശേഷം 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്ത് ക്രീമി കൺസിസ്റ്റൻസി ആക്കുക.
ഇതേ രീതിയിലാണ് ഇത് കിട്ടേണ്ടത്. ഇത് കണ്ടോ നന്നായിട്ട് ക്രീമി ആയിട്ടുണ്ട്. ഇതുപോലെ വന്നാലാണ് നമ്മളിത് കേക്ക് സെറ്റ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് സെറ്റായിട്ട് വരത്തുള്ളൂ. അപ്പം ഇതുപോലെ ഇതിപ്പോൾ ഞാനൊരു 10 to 15 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തപ്പോഴാണ് ഇങ്ങനെ വന്നത്. നിങ്ങൾ ഫ്രിഡ്ജിലിരിക്കുന്ന ക്രീം മാത്രം എടുത്ത് അതിൻ്റെ ടോപ്പ് സൈഡ് മാത്രം സ്കൂപ്പ് ചെയ്തെടുത്തിട്ട് അത് ഇതിലിട്ട് ബീറ്റ് ചെയ്താൽ ഇതിലും കുറച്ച് സമയം എടുത്താൽ മതി. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ കേക്ക് സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമ്മുടെ ലൈൻ ചെയ്ത കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഈ ബിസ്ക്കറ്റ് ഓരോന്നായിട്ട് ഈ കാപ്പിയിൽ മുക്കി ഇതിനകത്തേക്ക് വെക്കണം. ഒന്നിൻ്റെ മേളിലായിട്ട് വെക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഒട്ടും ഗ്യാപ്പ് വരത്തില്ല. ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഈ ക്രീം എല്ലാം ഇരുന്ന് സെറ്റായി കഴിയുമ്പോൾ അത് ഭയങ്കരമായിട്ട് അങ്ങ് ഇങ്ങനെ അലുത്തു പോകും ബിസ്ക്കറ്റ്. അപ്പോൾ കേക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മേളിലേക്കായിട്ട് വെക്കണം. അങ്ങനെ ഫസ്റ്റ് ലെയർ ബിസ്ക്കറ്റ് നമ്മൾ വെച്ച് കഴിഞ്ഞു. ഞാനിവിടെ 15 ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം. ഇതുപോലെ നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് എനിക്ക് ഒരു ഫ്രണ്ട് പറഞ്ഞു തന്ന റെസിപ്പിയാണ് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. പ്രത്യേകിച്ച് ഈ നോയമ്പിൻ്റെ സമയത്ത്, റംസാനിൻ്റെ സമയത്തൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് തലേദിവസം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ പിറ്റേ ദിവസം എടുക്കാം. അല്ലെങ്കിൽ ഒരു ഉച്ചയാകുമ്പോൾ വെച്ചാൽ വൈകിട്ടാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തായാലും ഇത് എടുക്കാൻ പറ്റും. അത് അത്ര എളുപ്പത്തിന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളിത് കഴിച്ചു നോക്കണം, എന്തായാലും ഉണ്ടാക്കി കഴിച്ചു നോക്കണം എല്ലാവരും. അപ്പോൾ ഇങ്ങനെ നമ്മൾ മേളിൽ ഫുള്ളായിട്ട് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ക്രീം നന്നായിട്ട് വരണം. ഈ ക്രീമും ഷുഗറും ബട്ടറും എല്ലാം കൂടെ ചേർന്ന മിക്സ്ചർ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് അരിപ്പയിലേക്ക് ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അരിപ്പയിൽ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതി. ഇതിൻ്റെ മുകളിൽ അടുത്ത ലെയർ ബിസ്ക്കറ്റ് ആഡ് ചെയ്യാം. അടുത്ത ലെയർ ബിസ്ക്കറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ അപ്പോൾ നമ്മൾ മൊത്തത്തിൽ 30 ബിസ്ക്കറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഫുൾ ക്രീം ഇതിൻ്റെ മുകളിൽ ടോപ്പിംഗ് ആയിട്ട് യൂസ് ചെയ്യാം. കാരണം ഇത് നമ്മുടെ ലാസ്റ്റ് ലെയറാണ്. നമ്മൾ ലാസ്റ്റ് ലെയർ ക്രീം അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു. ഇത് നന്നായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് നന്നായിട്ട് അത് എല്ലാ സ്ഥലത്തും ഈക്വലായിട്ട് വരാൻ പാകത്തിന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിലൂടെ കൂടിയൊക്കെ ഫില്ലായി പോയിക്കോളും. ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഒഴിക്കുന്നത്. ഇത് തികച്ചും ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് ചെയ്താൽ മതി. ഇതെൻ്റെ കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് മുകളിലേക്ക് ഒഴിച്ചത്. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ കണ്ടൻസ് മിൽക്കിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നിങ്ങൾക്ക് മധുരം ഒത്തിരി ഇഷ്ടമില്ലെങ്കിലൊന്നും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കോക്കോ പൗഡർ ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. എത്ര ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് വരും. നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി കഴിച്ചാലുണ്ടോ, നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കുകയും ചെയ്യും, എല്ലാവരും വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളുടെ
കേക്ക് ഐസ് ബോക്സ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് 4 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റാണ് വെക്കുന്നത്. അപ്പം നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു അടപ്പെടുത്ത് എൻ്റെ ബോക്സ് അടയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ച് നാളെ രാവിലെ നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ഐസ് ബോക്സ് കേക്ക് അഥവാ ഇതിന് ബിസ്ക്കറ്റ് പുഡിംഗ് എന്നും പറയും, അത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇന്നലെ രാത്രി അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാണ് ഇന്ന് രാവിലെ നമ്മൾ എടുത്തു. അപ്പോൾ നമുക്കിത് എങ്ങനെയായിട്ടുണ്ടെന്ന് തുറന്നൊന്ന് നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കിതൊന്ന് പുറത്തെടുത്ത് നോക്കാവേ. ആ ക്ലിങ് റാപ്പ് അല്ലെങ്കിൽ നിങ്ങൾ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് സൈഡിൽ നിന്ന് പൊക്കിയെടുത്തിട്ട് അത് ജസ്റ്റ് ലിഫ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പം തന്നെ അത് ജസ്റ്റ് വിട്ട് പോന്നോളും. കണ്ടോ എന്ത് ഈസിയാന്ന് നോക്കി. ഇപ്പം നമുക്കത് കറക്റ്റായിട്ട് അതൊരു പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു ട്രേയിലേക്കോ വെച്ചിട്ട് അത് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ സൈഡൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാവേ. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ ഇതിൻ്റെ സൈഡൊക്കെ നോക്കി നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഒരു പീസ് ഒന്ന് മുറിച്ചെടുത്ത് നോക്കാവേ. വാവ്! അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഐസ് ബോക്സ് കേക്ക്. ഞാനിതിനെ മേളിൽ ചോക്ലേറ്റ് ചിപ്സ് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ് വഴിയും പിന്നെ അതിൻ്റെ നടുക്കൊരു ഹാർട്ട് ഷേപ്പൊക്കെ കൊടുത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കി നോക്കാവുന്നതേ ഉള്ളൂ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. എന്തായാലും വീട്ടിലുണ്ടാക്കി നോക്കുക. എന്നിട്ട് ഞങ്ങൾക്ക് ഫോട്ടോയും അതിൻ്റെ അഭിപ്രായം എല്ലാം കമൻറ്റ് ബോക്സിലായിട്ടും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇമെയിൽ വഴിയൊക്കെ അയച്ചു തരിക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എന്ത് ഈസിയാണല്ലേ. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ടാണ് പറയണത്. വളരെ ടേസ്റ്റിയാണ്. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ ഫ്രം കുക്ക് സ്റ്റോറീസ്.